ഇസ്ലാമിൽ. സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടില്ലെങ്കിൽ നരകത്തു പോകുന്നതാണ് എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗമാണ് ആദ്യമായി ഖുർആനിൽ നിന്ന് നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വലഖദ് ദഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നരകം നിറയ്ക്കും എന്ന്. ഒന്ന് ആലോചിച്ചു, ആ ആയത്ത് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കി. 7-ാം അധ്യായം 179-ാമത്തെ വചനം. ആ വചനം പറയുന്നത് ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നരകം നിറക്കുന്ന പറയുന്നത്. അള്ളാഹു വെറുതെ നിറയ്ക്കുകയാണോ? അല്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാനുള്ള ഒരു ഹൃദയം നാം അവർക്ക് കൊടുത്തിരുന്നു. അല്ല പറയണം, ചിന്തിക്കാൻ വേണ്ടി ഒരു ഹൃദയം അല്ല ഇട്ട് തന്നു, ചിന്തിച്ചില്ല, അതുകൊണ്ട് നരകത്തു പോയി. നോക്കൂ, ഇസ്ലാമിക സമൂഹം ചിന്തിക്കാത്തതിന്റെ പേരിൽ നരകത്തു പോവുക. അത്ഭുതല്ലേ അത്? ചിന്തിക്കരുത് എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്, ചിന്തിക്കരുത് എന്ന് പറയുന്ന. പക്ഷേ നമ്മൾ കേട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാനുള്ള ഒരു ഹൃദയം അവർക്ക് കൊടുത്തു, പക്ഷേ അവർ ചിന്തിച്ചില്ല. കാണാനുള്ള കണ്ണവർക്ക് നൽകി, പക്ഷേ അവർ കാണേണ്ടത് കണ്ടില്ല. കേൾക്കാനുള്ള കാത് നൽകി, പക്ഷേ അവർ കേൾക്കേണ്ടത് കേട്ടില്ല. ഹറാമുകൾ കേൾക്കുന്ന യുവാക്കളോട്, ഹറാമുകൾ കേൾക്കുന്ന യുവതികളോട്, മൊബൈലിൽ പോലും സംഗീതം അരങ്ങു തകർക്കുന്ന ഒരു പുതിയ ലോകത്ത് ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا اولئك لهم عذاب مهين. വേദനാജനകമായ ഒരു ശിക്ഷ നമ്മളെ കാത്തിരിക്കുകയാണ്. അതെന്താ? ആ വേദനാജനകം ഒരിക്കലും തട്ടിമാറ്റാനാവാത്ത ആർക്കും നഫ്സി 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 നഫ്സിയാ ഒരു പ്രവാചകനെ പോലും അല്ലേ. നോക്കൂ, ബുഖാരിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ബാപ്പാക്ക് വേണ്ടി പരലോകത്ത് അള്ളാഹുവിനോട് വാദിക്കുന്ന രംഗം കാണാം. അങ്ങനെ എന്റെ പിതാവിനെ നരകത്തിലിടരുത് എന്ന അപേക്ഷ ഇബ്രാഹിം നബിയുടെ കാലിനടിയിൽ നിന്ന് ഒരു കറുത്ത ജീവി രക്തത്തിൽ പടയ്ക്കുമെന്നും ഇബ്രാഹിം നബി കാല് വലിക്കുന്നതോടെ ഇബ്രാഹിം നബിയുടെ ബാപ്പ നരകത്തിലേക്ക് എറിയപ്പെടുമെന്നും ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ അല്ലേ? യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ മക്കളാരാ? തങ്ങന്മാരാണെന്നാ പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നൂഹ് നബിയുടെ മകനാരാ? ഒരു തങ്ങളുകുട്ടി നരകാവകാശിയായി പോവുകയാണ്. തങ്ങളായതുകൊണ്ട് സ്വർഗത്ത് പോകില്ല, തങ്ങൾ അല്ലാത്തത് കൊണ്ടും നരകത്ത് പോകില്ല. മറിച്ച് ദീനനുസരിച്ച് ജീവിക്കണം. എവിടെ ജനിച്ചു, ഏത് കുടുംബത്തിൽ പറഞ്ഞു എന്നുള്ളതല്ല. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? പടച്ചവനെ ഓർക്കുന്നുണ്ടോ? അവന്റെ നരകത്തെ ഭയപ്പെടുന്നുണ്ടോ? തെക്കുവ കൈക്കൊള്ളുന്നുണ്ടോ? സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? ഇതാണ് മാനദണ്ഡം. മരിച്ചു പോകും. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്കൊരാൾക്ക് പറയാനാവില്ല. ഖുർആനിലെ 31-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. ഓർക്ക് പ്രിയപ്പെട്ടവരെ, ബഷീറെ, മുഹമ്മദ്, അഷ്റഫെ, അബ്ദുൽ ഖാദറെ, നീ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നതാട്ടെ, നിന്റെ മരണം ഉറപ്പല്ലേ? നീ മരിക്കുമെന്നത് ഉറപ്പല്ലേ? വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. നീ ഉറങ്ങിക്കിടക്കുമ്പോ മരണം നിനക്ക് പിടികൂടും. അതെ, നിന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കും. അങ്ങനെ മരിച്ച് കടന്നു കൊടുക്കേണ്ടവരാ നമ്മൾ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അമലുകളുണ്ടോ? സഹാബികളുമായി താരതമ്യം ചെയ്യുമ്പോ എന്ത് അമലാ ഉള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുക, കണ്ണുനീര് ചാലിട്ടൊടുക. ധന്യമല്ലേ അബൂ ഹുറൈറ എന്ന ചോദ്യം. പേടിക്കുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് പേടിക്കുകയാണ്, പരലോകത്തെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ഒരു സഹാബിയുടെ സന്നിധാനത്ത് അള്ളാഹുവിന്റെ റസൂല് മരണവേളയിൽ ചെന്നിരുന്നു. കണ്ണുനീര് ചാലിട്ടൊഴുകുമ്പോ റസൂല് ചോദിച്ചു, എന്തേ? ആ സഹാബി പറയാണെന്ന്, അള്ളാഹിന്റെ റസൂലേ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഞാൻ നിരാശനല്ല, പക്ഷേ ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തെ കുറിച്ചോർത്ത് എനിക്ക് വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മളോ എല്ലാം തികഞ്ഞവരാ, എല്ലാം പൂർത്തിയായി എന്ന തോന്നൽ. യഥാർത്ഥത്തിൽ അത് പൈശാചികമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കവരത്തി ദ്വീപിൽ എന്റെ പ്രസംഗം കേൾക്കുന്നവരെ, നാളെ ഇത് കേസറ്റായി ലോകത്തിന്റെ പല ഭാഗത്ത് അല്ലാഹു തൗഫീക്ക് ചെയ്താൽ എത്തുമ്പോ ഫ്ലാറ്റുകളിൽ, റൂമുകളിൽ, കവലകളിൽ, LCD പ്രൊജക്ടറുകളിൽ നാളെ ഇത് കേൾക്കാൻ ഭാഗ്യമുണ്ടാകുമ്പോ ഓർക്കണേ, ഏത് നിമിഷവും മരണം പിടികൂടും. സൂറത്ത് സുമർ 42-ാമത്തെ വചനത്തിൽ പറയാൻ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കും. അതെ, അന്ന് ഫമൻ സുഹ്സിയാനിൻ നാർ വഉദ
നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാ വിജയം. അതാ വിജയം. കളക്ടറാകലല്ല, ഉദ്യോഗസ്ഥനാകലല്ല, മറിച്ച് വിനീതനായി നരകത്തുനിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരടിമയാകാൻ സാധിച്ചാൽ അതാണ് മനുഷ്യരെ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. സ്വർഗത്തിന്റെ കോർണറിൽ ഒരു മമ്മട്ടി ചാരി വെക്കാനുള്ള സ്ഥലം അത് ലഭിക്കുക എന്നത് അതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് നല്ല മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് കുടിച്ചും പേക്കൂത്ത് നടത്തിയും സംഗീതം ആസ്വദിച്ചും ജീവിത ലഹരിയിൽ ആപതിച്ചു പോകുമ്പോൾ ഓർക്കണം, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ളൊരു ഹൃദയം നിങ്ങൾക്ക് തന്നിരുന്നു, നിങ്ങൾ ചിന്തിച്ചില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലേ, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ല, അതിനേക്കാൾ നീചമാണ്, താഴെയാണ്. അതെ, അവർ അശ്രദ്ധരാണ് എന്നില്ലേ. നരകത്തെ കുറിച്ച് ഓർത്താ കേടുവരുവോ? എങ്ങോട്ട് തിരിഞ്ഞാലും നരകം നമ്മളെ പേടിപ്പിച്ചാൽ നമുക്ക് നന്നാകാതിരിക്കാൻ അല്ലേ, അതല്ലേ നന്നാവാനല്ലേ ചേൻസ് അത്രമാത്രം വിശദീകരിച്ചിട്ടില്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ലേ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്രത്തോളം എന്തേ നമ്മൾ പഠിക്കാത്തത്. ഒരായത്താണ് ഞാൻ പറഞ്ഞത്, 7-ാം അധ്യായം 179-ാമത്തെ വചനം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മറ്റൊരായത്ത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട 17-ാം അധ്യായം 37-ാമത്തെ വചനമാണ്. നിങ്ങൾക്ക് അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. ആരെങ്കിലും പറയുന്നത് കേട്ട് അത് ദീനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഉസ്താദുമാര് പറയുന്നതൊക്കെ മതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ വരാനിരിക്കുന്നത് സൂറത്ത് അഹ്സാബിൽ അല്ലാഹു വിശദീകരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിവില്ലാത്തത്, പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം നിങ്ങൾ സ്വീകരിക്കരുത്. പ്രമാണമാണോ? നിങ്ങൾ പഠിക്കി. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടോ, സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടോ, എങ്കിൽ നിങ്ങളത് സ്വീകരിക്കി. അതിനെതിരെ ആര് പറഞ്ഞാലും അല്ലെ, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ മഹാനായി ഒരാൾ ലോകത്ത് വേറുണ്ടോ? ഇല്ലല്ലോ. ഒരു ഇമാമിന്റെ വാചകം ഒരു ഭാഗത്ത്, അതിനെതിരായി ഒരു ഹദീസ് മറുഭാഗത്ത്. നാം ആർക്ക് പ്രാധാന്യം നൽകും? മദ്ഹബി ബശവാദികൾ അള്ളാഹുവിന്റെ റസൂലിനെ തള്ളിക്കളയും. സഹീഹായ ഹദീസ് അത് കണ്ടു, മറുഭാഗത്ത് ഇമാമിന് ആ ഹദീസ് കിട്ടിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാമ പറഞ്ഞു. എന്നിട്ട് ഇമാമ പറയാൻ ഇതാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. തീർന്നില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ ഖബറിൽ മരിച്ചു പോയതിനു ശേഷമാണ് നിങ്ങൾക്കൊരു ഹദീസ് കിട്ടുന്നത്. എന്റെ വാക്ക് ആ ഹദീസിനെതിരായി വന്നു എങ്കിൽ എന്റെ വാക്കിനെ തള്ളിക്കളയണം, ഉപേക്ഷിക്കണം, എന്നെ നിങ്ങൾ ഒഴിവാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനത്തെ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇമാമിങ്ങളെ പോലും നമ്മൾ തള്ളിക്കളഞ്ഞു. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ തള്ളി, റസൂലുള്ളാഹിന്റെ വചനത്തെ തള്ളി, ഇമാമിങ്ങളെ പോലും തള്ളി ഫലത്തിൽ. എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നു നമ്മൾ സ്വർഗസ്ഥരാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിങ്ങൾക്ക് അറിവില്ല. നിങ്ങൾക്ക് അറിവില്ല എന്ന് അറിവാണ് നിങ്ങളുടെ ഉസ്താദുമാരുടെ ഏറ്റവും വലിയ അറിവ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം. അപ്പോ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണ് തന്നു അല്ലേ, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫിദത ഖലീലൻ മാ തഷ്കുറൂൻ. 67-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. ഹൃദയം കൊടുത്തു, കണ്ണു കൊടുത്തു, കാത് കൊടുത്തു, പക്ഷേ ഖലീലൻ മാ തഷ്കുറൂൻ, വളരെ കുറച്ച് നന്ദിയെ അവർ കാണിക്കുന്നുള്ളൂ. അല്ലേ, സൂറത്ത് മുൽക്കിലെ 24-ൽ അല്ലാഹു പറയാൻ വേറൊരു ഭാഗത്ത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫിദത. അല്ലേ, എത്ര 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 സ്ഥലങ്ങളിൽ കണ്ണ് നൽകി. അപാരമായ ഒരു അനുഗ്രഹം. ഈ സാഗരം കാണാൻ, അതിന്റെ പച്ചപ്പ് കാണാൻ, ഒരു കണ്ണാടി എടുത്ത് അല്ലേ ഒരു കണ്ണട കുടുക്കി വെച്ച് ഈ സാഗരത്തിന്റെ അടിയിലേക്ക് ഒന്ന് ഊളിയിട്ടാൽ അല്ലാഹു സംവിധാനിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ട് പറയാൻ സാധിച്ചോ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക പടച്ചോനെ, ഇതൊക്കെ എന്തൊരു അത്ഭുതമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹ് അല്ലാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നെഞ്ഞു തട്ടി പ്രാർത്ഥിക്കാൻ സൂറത്ത് ബഖറ 2-ാം അധ്യായം 201, 202 വചനങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. അല്ലേ, സാഗരത്തിന്റെ അടിയിൽ ഉളിയിടുമ്പോ അത്ഭുതങ്ങളെ കണ്ടിട്ട് പറ, അല്ലാഹ്
നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയല്ല, നിന്നോടാണ് ഞാൻ എല്ലാം ചോദിക്കുന്നത്. അല്ല കൊടുത്ത വായു ശ്വസിച്ച്, അല്ല കൊടുത്ത വെള്ളം കുടിച്ച്, അല്ല തന്ന കണ്ണുകൊണ്ട് കണ്ട അടിമകളെ എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? നന്ദി കെട്ടവരല്ലേ നമ്മൾ? നന്ദി കെട്ടവരല്ലേ നമ്മൾ? ആലോചിക്കണം. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആലോചിക്ക്, ചിന്തിക്ക്. തീർന്നില്ല.